വനിതാ ലോകകപ്പിലും പാകിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യൻ ടീം 88 റൺസിനാണ് വനിതാ ടീമിന്റെ ജയം. 247 റൺസ് പിന്തുടർന്ന പാകിസ്ഥാൻ 159-ന് ഓൾ ഔട്ടായി. ക്രാന്തി ഗൌഡാണ് കളിയിലെ താരം. വനിതാ ലോകകപ്പിൽ ഒരു മത്സരം പോലും പാകിസ്ഥാനോട് തോറ്റില്ലെന്ന റെക്കോർഡും ഇന്ത്യ നിലനിർത്തി. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് ആദ്യ തോൽവി. സെവിയ്യയാണ് 1-4 ഗോളിന് നിലവിലെ ചാമ്പ്യന്മാരെ ഞെട്ടിച്ചത്. സൂപ്പർതാരം ലെവൻഡോവ്സ്കി പെനാൽറ്റി മിസ്സാക്കിയത് ബാഴ്സയ്ക്ക് തിരിച്ചടിയായി. മാർക്കസ് റാഷ്ഫോർഡാണ് ബാഴ്സയുടെ ഒരേയൊരു ഗോൾ നേടിയത്. 8 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ലീഗിൽ 2-ാം സ്ഥാനത്താണ് ബാഴ്സലോണ. സൂപ്പർ ലീഗിൽ കേരളയിൽ കണ്ണൂർ വാരിയേഴ്സിന് ജയത്തുടക്കം. തിരുവനന്തപുരം കൊമ്പൻസിനെ 2-3 ഗോളിന് തോൽപ്പിച്ചു. 2-ാം റൗണ്ട് മത്സരങ്ങൾക്ക് ഒക്ടോബർ 10-ന് തുടക്കമാകും. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തുടർച്ചയായ 2-ാം ജയം. ഇവേ മത്സരത്തിൽ ബ്രെൻറ്റ്ഫോർഡിനെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് തോൽപ്പിച്ചു. 9-ാം മിനിറ്റിൽ എർലിംഗ് ഹാലൻഡാണ് സിറ്റിയുടെ ഗോൾ നേടിയത്. ലീഗിൽ സിറ്റി 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഓസ്ട്രേലിയ എ ടീമിനെതിരായ അവസാന ഏകദിനത്തിൽ ഇന്ത്യൻ എ ടീമിന് ഉജ്ജ്വല വിജയം. 318 റൺസ് ചേസ് ചെയ്ത ഇന്ത്യ 2 വിക്കറ്റിനാണ് ജയിച്ചത്. സെഞ്ചുറി നേടിയ പ്രഭ്സിമ്രൻ സിംഗ് ആണ് ഇന്ത്യക്ക് ജയമൊരുക്കിയത്. 68 പന്തിൽ 102 റൺസ് എടുത്ത പ്രഭ്സിമ്രൻ കളിയിലെ താരമായി. ശ്രേയസ് അയ്യർ, റിയാൻ പരാഗ് എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. തിളങ്ങിയപ്പോൾ അർഷിത് ദീപ് സിംഗ് 3 വിക്കറ്റ് വീഴ്ത്തി. റിയാൻ പരാഗാണ് പരമ്പരയുടെ താരം. ഫോർമുല 1 സിംഗപ്പൂർ ഗ്രാൻഡ് പ്രിയിൽ ജോർജ് റസലിന് ജയം. നിലവിലെ ചാമ്പ്യൻ മാക്സ് വേഴ്സ്റ്റാപ്പൻ 2-ാം സ്ഥാനത്ത്. മക്ലാരന്റെ ലാൻഡോ നോറിസിനാണ് 3-ാം സ്ഥാനം. ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ മക്ലാരന്റെ ഓസ്കർ പിയാസ്ട്രിയാണ് മുന്നിൽ.